പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഏപ്രിൽ മാസം 13 തിങ്കളാഴ്ച, പുതിയൊരാഴ്ച നാം ആരംഭിക്കുകയാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഈ ആഴ്ച നിറയട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ച വചനങ്ങളൊക്കെ അതിൻ്റെ അഭിഷേകത്താൽ ഞാനും നിങ്ങളും ഒക്കെ നിറയട്ടെ. സന്തോഷത്തോടു കൂടിയായിരിക്കുക. ഇന്ന് പഠിക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനമാണ്. നിയമാവർത്തന പുസ്തകം ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 15 വേഴ്സ് 6. അതിങ്ങനെയാണ് നമ്മോട് പറയുന്നത്: നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. അതായത് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഞാൻ വീണ്ടും പറയുന്നു, 8000-ൽ പരം വാഗ്ദാനങ്ങൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ആ വാഗ്ദാനം എല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അങ്ങനെ അത് വിശ്വസിക്കണം. നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും. അപ്പോൾ വചനം എങ്ങനെയാണ്? നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പം നമ്മൾ പറയണം, എൻ്റെ ദൈവമായ കർത്താവ് അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് എന്നെ അനുഗ്രഹിക്കും. ഇതിങ്ങനെ പറഞ്ഞ് ആ അനുഗ്രഹം പ്രാപിക്കാൻ വചനം പറയും തോറും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ദൈവവചനം എന്നിൽ നിറയും. അപ്പം നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? ആരിൽ നിന്നും കടം വാങ്ങിക്കേണ്ട, നമ്മൾ കടം കൊടുക്കുന്ന തരത്തിലേക്ക്. ഇത് സാമ്പത്തികമായ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. അപ്പം ഈ വചനം പറഞ്ഞു തീരട്ടെ. അതിങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും. നിങ്ങളൊന്നും കടം വാങ്ങുകയില്ല. നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും. നിങ്ങളെ ആരും ഭരിക്കുകയില്ല. ഇത് ഭയങ്കര സന്തോഷം തരുന്നൊരു, ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമില്ലേ? പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഈ വചനം പറഞ്ഞ ഉടനെ എൻ്റെ കടങ്ങളെല്ലാം വീട്ടു, എൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങളെല്ലാം തീരും, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അത് സാമ്പത്തികം മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവമായ കർത്താവ് വാഗ്ദാനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നൊരു സമയമുണ്ട്. അതെപ്പോഴാണ്? നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ. When the Lord your God has blessed you as he promised you, you will lend to many nations, but you will not borrow. You will rule over many nations, but they will not rule over you. അതായത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തി. നാം ദൈവവചനത്താൽ നിറയുമ്പോൾ, ദൈവവചനം എന്നിലായിരിക്കുമ്പോൾ, എന്നെയും നിങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം ബഹുമാനിതനാക്കും. ഇത് അനേക സ്ഥലങ്ങളിൽ നാം കണ്ടുവരുന്ന ഒന്നാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ നിറയട്ടെ. ദൈവവചനത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.